മണ്ണിൽ അമേരിക്ക ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ അതിന്റെ വില നൽകേണ്ടി വരുന്നത് പശ്ചിമേഷ്യയിലെ സുരക്ഷിത താവളങ്ങളായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കൻ പടയുടെ കരുത്തിൽ വിശ്വസിച്ചിരുന്ന UAEയും ബഹ്റൈനും ഇറാന്റെ ഈ ഡെഡ്ലി പ്രഖ്യാപനത്തെ എങ്ങനെ നേരിടും? ദുബായ് എന്ന ആഗോള വ്യാപാര കേന്ദ്രം ഇറാന്റെ ക്രോസ് ഹെയറിൽ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറുമ്പോൾ ദുബായ് എന്ന ആഗോള നഗരം എന്തിന് ഇറാന്റെ ലക്ഷ്യസ്ഥാനമാകുന്നുവെന്ന ചോദ്യത്തിന് ആഴത്തിലുള്ള രാഷ്ട്രീയവും തന്ത്രപരവുമായ മാനങ്ങളുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായ് ഒരു സോഫ്റ്റ് ടാർഗറ്റായി മാറുന്നത് അതിന്റെ സവിശേഷമായ ഭൗമരാഷ്ട്രീയ സ്ഥാനം കൊണ്ടാണ്. ഒന്നാമതായി അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ സാമീപ്യം തന്നെയാണ് പ്രധാന കാരണം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അൽ ദഫ്ര പോലുള്ള വ്യോമതാവളങ്ങൾ പതിറ്റാണ്ടുകളായി അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്തുറ്റ കേന്ദ്രങ്ങളാണ്. ഇറാൻ മണ്ണിൽ ഒരു അമേരിക്കൻ അധിനിവേശം ഉണ്ടായാൽ അതിനുള്ള പ്രധാന ലോജിസ്റ്റിക്സ് സപ്പോർട്ടും വ്യോമാക്രമണങ്ങളും പ്ലാൻ ചെയ്യുന്നത് ഇത്തരം താവളങ്ങളിൽ നിന്നായിരിക്കും. അതിനാൽ ഒരു തിരിച്ചടി എന്ന നിലയിൽ ഇറാൻ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ശത്രുവിന് തണലൊരുക്കുന്ന അയൽ രാജ്യങ്ങളെയാണ്. ശത്രുവിന്റെ സുഹൃത്ത് ശത്രുവാണ് എന്ന യുദ്ധതന്ത്രമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. തങ്ങളുടെ അതിർത്തിക്ക് അടുത്തുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിലൂടെ അമേരിക്കയുടെ ആക്രമണശേഷി പകുതിയായി കുറയ്ക്കാൻ കഴിയുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായി ആഗോള സാമ്പത്തിക ഭദ്രത തകർക്കുക എന്ന വലിയ ലക്ഷ്യം ഇതിനു പിന്നിലുണ്ട്. ദുബായ് ഇന്ന് വെറുമൊരു മണലാരണ്യത്തിലെ നഗരമല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും ചാലക ശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ തുറമുഖമായ ജബൽ അലിയും ഈ നഗരത്തിന്റെ ജീവനാഡികളാണ്. ഹോർമുസ് കടലിടുക്ക് എന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയുടെ കവാടത്തിലാണ് ദുബായ് സ്ഥിതി ചെയ്യുന്നത്. ദുബായ്ക്ക് നേരെ ഒരു മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായാൽ അത് ആഗോള ഓഹരി വിപണിയെയും എണ്ണവിലയെയും നിമിഷ നേരം കൊണ്ട് തകിടം മറിക്കും. ദുബായ് വിമാനത്താവളം ഒരു ദിവസം അടച്ചിട്ടാൽ പോലും ആഗോള വ്യോമയാന മേഖലയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാകും. ഈ സാമ്പത്തിക ആഘാതം വഴി ലോകരാജ്യങ്ങളെ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. മൂന്നാമതായി ഇത് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കുള്ള കടുത്ത മുന്നറിയിപ്പാണ്. സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത് തുടങ്ങിയ അയൽ രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ ദുബായിയെ ഒരു ഉദാഹരണമായി ഇറാൻ ഉപയോഗിക്കുന്നു. പാശ്ചാത്യ ശക്തികളുമായി ചേർന്ന് ഇറാന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ അനുവദിച്ചു നൽകുന്നതും അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതും സ്വന്തം നാശത്തിന് കാരണമാകുമെന്ന സന്ദേശം ഇറാൻ ഇതിലൂടെ നൽകുന്നു. ചുരുക്കത്തിൽ സൈനികമായ തിരിച്ചടിയേക്കാൾ ഉപരിയായി ഒരു വലിയ സാമ്പത്തിക രാഷ്ട്രീയ സ്ഫോടനത്തിലൂടെ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ദുബായ് എന്ന ആഗോള ബിസിനസ് ഹബിനെ ഇറാൻ തങ്ങളുടെ ചെസ് ബോർഡിലെ ഒരു കരുവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഒരു നീക്കം മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ എന്നേക്കുമായി തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും ട്രംപ് ഭരണകൂടം ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും അമേരിക്കയുടെ കടുത്ത നിലപാടുകളും കാരണം സമാധാന ശ്രമങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ്. ഈ നയതന്ത്ര പരാജയം പശ്ചിമേഷ്യയിലെ ഒരു വലിയ സൈനിക സ്ഫോടനത്തിലേക്കും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നയിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ദുബായ് എന്ന നഗരം ഇന്ന് അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയുടെ സൈനിക താൽപര്യങ്ങളും മറുവശത്ത് ഇറാന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും. ഈ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ തകർന്നത് വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ നയതന്ത്ര ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങൾക്കായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.